നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രന്റെ കട്ടക്കലിപ്പോട് കൂടിയിട്ട് രോഹിത്തിന്റെ ബബിതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിനക്കൊക്കെ നാണമുണ്ടോടി? പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ കുറച്ച് ക്രിമിനലുകൾ ചേർന്ന് ഇവിടുന്ന് അടിച്ചിറക്കി വിടുന്ന സമയത്ത് നീയൊക്കെ അത് കണ്ട് ആസ്വദിച്ചു തന്നു. മാത്രമല്ല നീയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുമല്ലേ ചെയ്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അവര് ക്രിമിനൽസ് അല്ലോ അച്ഛാ, അത് ചെറിയമ്മാവനും ഹരിയേട്ടനും അല്ലേ? ഓ, ചെറിയമ്മാവന് ഹരിയേട്ടനും എന്താ അവര് ക്രിമിനൽസ് അല്ലേ? എന്താ ഹരി ക്രിമിനൽ അല്ലേന്ന് ചോദിക്കുകയാണ്. ഈ വീട്ടിൽ വന്ന് ആ നിൽക്കുന്ന അലീനയെ മയക്കുമരുന്ന് കുടിപ്പിച്ച് അവളെ റേപ്പ് ചെയ്യാൻ നോക്കുന്ന അവനെ പിന്നെ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രോഹിത്തിന്റെ മുഖമൊക്കെ അങ്ങോട്ട് താണു. രോഹിത്ത് പറഞ്ഞു, അച്ഛാ നീ ഒരക്ഷരം പോലും മിണ്ടരുത്, എന്നിട്ട് കൂടുതൽ ന്യായങ്ങൾ പറയണോ? ആ സമയത്ത് ഭവിത പറഞ്ഞു, അച്ഛാ അത് പിന്നെ നിങ്ങളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാനായിരിക്കും വന്നല്ലേ? സത്യം പറ, ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ? നിങ്ങൾ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നേന്നൊക്കെ ചോദിച്ചു. അത് അമ്മ പറഞ്ഞിട്ട്. ഓ, അമ്മ പറഞ്ഞിട്ട് നാണമുണ്ടോ നിനക്കൊക്കെ? സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും നിനക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഈ വീടിന് നികുതി കൊടുക്കുന്ന ആരാ? അച്ഛന്, അല്ല നിന്റെ ചെറിയമ്മാവനോ ഹരിയേട്ടനൊന്നും വന്നിട്ടൊന്നും അല്ലല്ലോ. അല്ല, അവര് വന്ന് അത്രയും വലിയ പ്രവർത്തികൾ ചെയ്തപ്പോ നീയൊക്കെ എന്താ അവരോട് ഇറങ്ങിപ്പോയിരുന്നേ? ഇറങ്ങിപ്പോയി കൂടായിരുന്നോ? നിന്റെയൊക്കെ കാര്യങ്ങൾ ആരാ നോക്കുന്നേ? അച്ഛന് ആണല്ലോ. ആ ഒരു ഉറപ്പുണ്ടല്ലോ. നിനക്ക് എന്തിനാടി വെറുതെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നേ? നീ എന്തിനാ പോകുന്ന കോളേജിലേക്ക്? പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാൻ വേണ്ടിട്ട് എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? പാഠപുസ്തകം പഠിക്കാൻ വേണ്ടിട്ടോ? എടി, സഹജീവികളോട് എങ്ങനെ പെരുമാറണം ആദ്യമായിട്ട് പഠിക്കാൻ നോക്കും നീയൊക്കെ. എന്നിട്ട് മതി പാഠപുസ്തകം പഠനമൊക്കെ. അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കണോടി. അല്ലാതെ അമ്മ പറയുന്ന കേട്ട് നടക്കുമല്ലേ എന്റെ? അല്ല, അമ്മ ഇന്ന് ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ ഒന്നും ഇരിക്കില്ല, കിടക്കണ്ടെന്ന് പറഞ്ഞാൽ കിടക്കില്ല. എന്തിനേറെ പറയുന്നു, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അപ്പോഴേക്കും വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ വൈജയന്തി നിൽക്കുക. വൈജയന്തിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആർക്കെങ്കിലും എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതിപ്പം തന്നെ തുറന്നു പറഞ്ഞണം. പിന്നീട് രോഹിത്തിനോട് ചോദിച്ചു, എടാ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോടാ? ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ പറഞ്ഞോണം. അച്ഛന്റെ ഏകാധിപത്യ ഭരണമാണ്, അച്ഛന്റെ ഭരണം ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ ശ്വാസം മുട്ടുന്നുണ്ട്, അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞേക്കണം. അത് മുഖത്ത് നോക്കി പറഞ്ഞേക്കണം. അല്ലാതെ ചുമ്മാ ഇവിടെ കിടന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ. പിന്നീട് ഭവതിയോട് ചോദിച്ചു, നിനക്കൊക്കെ നാണമില്ലേ? നിന്റെയൊക്കെ അമ്മ പറഞ്ഞുകൊണ്ട് എന്തിനും ഏതിനും കൂട്ട് നിൽക്കുകയാണ് ചെയ്യുന്നേ. നീക്ക് എന്തിനാടി കൂട്ട് നിന്നേ? ആ പാവം പിടിച്ച പെങ്കൊച്ചിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അച്ഛാ, ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അലീന കാരണമാന്ന്. അലീനയോ? നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, അലീനെന്ന് വിളിക്കരുത്, അലീന ചേച്ചിയെന്ന് വിളിച്ചോണമെന്ന്. അത് അലീന ചേച്ചി കാരണമാന്ന്. എന്താ അവളെന്താ ഈ വീട്ടിൽ വല്ല ബോംബ് പൊട്ടിച്ചോ? അല്ലെങ്കിൽ അവള് മാരക ആയുധങ്ങൾ എന്തേലും എടുത്ത് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തോ? അങ്ങനെ എന്തേലും ഉണ്ടെ പറ. അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശാരീരികമായ ഉപദ്രവങ്ങളോ മാനസികമായിട്ട് അവൾ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വേണം പറയാം. ഒരു മുട്ടുസൂചി കൊണ്ടുള്ള ഉപദ്രവമെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം. രോഹിത്തൊന്നും മിണ്ടിയില്ല. പറയട്ടെ രോഹിത് എന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറയണം. ബബിതയോട് ചോദിച്ചു. ബബിതയ്ക്കൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ ഒരു ഉപദ്രവങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അവളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ വേണ്ടി കൂട്ടുന്നേ? അമ്മ പറഞ്ഞിട്ട് എന്തിനും ഏതിനും അമ്മ അമ്മ അമ്മ. നാണമുണ്ടോ ബബിതേ? ഒന്നുമില്ലേലും പോത്തുപോലെ ഇത്രയും വളർന്നല്ലോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് പറയാനായിട്ട്. ആ സമയത്ത് അലീന ഇങ്ങനെ നിൽക്കുക മാറി. അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അലീനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് അടുത്ത് വരാൻ പറയണ. അങ്ങനെ അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ തോളിലേക്ക് ചേർത്ത് പിടിച്ച് ബാലേന്ദ്രൻ വൈജയന്തിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇതാരാന്നറിയാവോ? അപ്പോഴേക്കും ഭവിത പറഞ്ഞു, സേർവന്റ് അല്ല, ഇവള് സേർവന്റോ ഹോം നേഴ്സോ അനാഥയൊന്നും അല്ല. ഇവള് ഈ കുടുംബത്തിലെ മൂത്ത മകളാണ്, ബാലേന്ദ്രന്റെ മൂത്ത മകള്. എനിക്കിപ്പോ 3 പെൺമക്കളാ ഉള്ളത്. ഒരാണും 3 പെണ്ണും എനിക്കിനി മുതലുള്ളത്, അറിയാലോ. അതൊരു മാറ്റം ഉണ്ടാകാൻ മുതല. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടോ അതൊക്കെ ഇവൾക്കും ഇനി മുതലുണ്ടാവും. അത് കേട്ടപ്പോ വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അട്ടി കൊണ്ട പോലെ നിൽക്കണം വൈജ. ആർക്കേലും അതിന്റെ എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം പറഞ്ഞോണം. ബബിതയോടും രോഹിത്തിനോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒന്നും മിണ്ടിയില്ല. ഉണ്ടേ പറഞ്ഞോണം. അതിനു വേണ്ട ഹോസ്റ്റൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരാം. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലീന ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കണം. പിന്നീട് പറഞ്ഞു, ഒരു കാരണവശാൽ ഇവളുടെ മനസ്സ് നോക്കുന്ന പരിപാടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഈ വീട്ടിൽ കാണത്തില്ല. എല്ലാവരും കൂടിയാ പറയണേ. ഈ വീടുണ്ടാക്കിയത് ആരാന്നറിയാലോ? ബാലേന്ദ്രമേനന, നെടുമ്പുരിക്കൽ ബാലേന്ദ്രമേനന. അല്ലാതെ നിന്റെ ഒന്നും കുഞ്ഞമ്മാവനോ ഹരിയേട്ടനോ ഒന്നും അല്ല. ഇത് കൈതക്കൽ മാളി വീടല്ല, നെടുമ്പുരിക്കൽ ബാലേന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാ.
ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബാലേന്ദ്രനാ. അതിന്റെ ഇടയ്ക്കിലേക്ക് കയറി ഉണ്ടാക്കാൻ വന്നാ ഉണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. അതിപ്പം മക്കളാണെങ്കിലും ശരി, തള്ളയാണെങ്കിലും ശരി. പിന്നെ ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് മുതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ഇവിടെ കാണത്തില്ല എന്നൊക്കെ പറയണം. അതെല്ലാം കേട്ട് തല മരവിച്ച പോലെ ഇരിക്കുവാണ് വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയെ. പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ഇങ്ങനെ വൈജയന്തി രൂക്ഷമായിട്ട് അലീനയെ നോക്കുവാണ്. ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബബിതയും രോഹിത്തും അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. ഈ സമയത്ത് കൃഷ്ണമോളും അലീനയെ മാത്രമായി. അപ്പോഴേക്കും അലീനയെ കെട്ടിപ്പിടിച്ച് കൃഷ്ണമോള് എന്നിട്ട് ഇപ്പൊ സന്തോഷമായില്ലേന്ന് ചോദിക്കുക. സന്തോഷമായി. പിന്നീട് അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴേ ഒരു സന്തോഷമായെന്ന് പറയണ. അങ്ങനെ അലീന കൃഷ്ണമോള് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നീട് പറഞ്ഞു, ഞാൻ പോയി ചായ വെക്കാം. പിന്നെയും ജോലിയോ? അതെ, മൂഷസ്ത്രീ പിന്നെയും മൂഷസ്ത്രീയായി. ഞാൻ നിങ്ങളുടെയൊക്കെ ചേച്ചിയല്ലേ, അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടേ നോക്കാനായിട്ട്. അതും പറഞ്ഞിട്ട് അലീന ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോയി. കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിലും അലീന ഇവിടെ ഉണ്ടെങ്കിൽ കൃഷ്ണമോൾക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി ഇങ്ങനെ വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റ് ഔട്ട് കൂടെ ഇല്ലാത്തതാണ്. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് കൃഷ്ണയെ അങ്ങോട്ടേക്ക് വിളിച്ചു. കൃഷ്ണ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, നിങ്ങൾ ഈ 2-3 ദിവസം എവിടെയായിരുന്നു? ഞങ്ങൾ റിസോർട്ടില്. ഏത് റിസോർട്ടില്? അതെ, റിസോർട്ടിന്റെ പേര് നാളൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ ബില്ല് കാണും, ഞാൻ അച്ഛനോട് പോയി ചോദിച്ചിട്ട് പറയാം. റിസോർട്ടിന്റെ പേരൊന്നും എനിക്ക് അറിയണ്ട. അല്ല, നിങ്ങൾ അവിടെ എന്തെടുക്കുമായിരുന്നു? എന്തെടുക്ക, ഞങ്ങള് അവിടെ എൻജോയ് ചെയ്തു, ആഹാരം കഴിച്ചു, പിന്നെ കുറെ സമയം സംസാരിച്ചു, കിടന്നുറങ്ങി. എവിടെ കിടന്നുറങ്ങി? ഇതിപ്പോ റിസോർട്ട് റൂം എടുത്തിട്ട് പുറത്ത് പോയി കിടന്നുറങ്ങേണ്ട കാര്യം ഉണ്ടാമേ. അല്ല, നിങ്ങൾ എവിടെയാ? 2 മുറിയിലായിരുന്നോ? 2 മുറിയിലോ? അതെ, 2 മുറി കിടക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു വലിയ മുറിയായിരുന്നു ഉണ്ടായിരുന്നെ. എന്നിട്ടോ? ആ വലിയ മുറി കിടന്നു. അപ്പൊ അലീനയും നിങ്ങളോടൊപ്പം അവിടെയായിരുന്നോ? ആ മുറിയിലായിരുന്നോ? അതെ. അവളെവിടെ കിടന്നു? അലീന ചേച്ചി ഞങ്ങളോടൊപ്പം. നിങ്ങളോടൊപ്പം? എന്റെ അമ്മയെ വലിയ കിങ് സൈസ് ബെഡായിരുന്നു, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അലീന ചേച്ചി ഞാനും അച്ഛനും കൂടെ കിടന്നു. നിങ്ങൾ 3 പേരും ഒരു ബെഡിൽ കിടന്നോ? അച്ഛൻ ഏത് ഭാഗത്താ കിടന്നേ? അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ അലീന ചേച്ചിയെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നു. വൈജയന്തിക്ക് അറിയേണ്ടത് ബാലേന്ദ്രൻ ആളുടെ സൈഡിലെ കിടന്നേന്നുള്ള കാര്യമാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ദേ അമ്മേ, ഞാൻ കുഞ്ഞു കൊച്ചൊന്നും അല്ല, അമ്മയുടെ ഈ ചോദ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അമ്മ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വൈജയന്തി അത്രയും പ്രതീക്ഷിച്ചില്ല കൃഷ്ണമോൾ അങ്ങനെ പറയുന്ന. ഈ സമയത്ത് വൈജയന്തി ചോദിച്ചു, അല്ല നിനക്ക് നാണമുണ്ടേ കൃഷ്ണേ അവരോടൊപ്പം പോയി നിൽക്കാനായിട്ട്? അല്ല, നീ എന്ത് കാണിക്കാനാ പോയെന്നേ? നിനക്ക് പറയാൻ മേലായിരുന്നോ? നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എന്റെ ക്ലാസ് മിസ്സാവും, എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ. എന്നിട്ട് നീ അത് പറഞ്ഞോ? നിനക്ക് സ്കൂളിൽ പോയി പഠിക്കുമൊന്നും വേണ്ടായിരുന്നോ? അമ്മേ, ഞാൻ അവിടെ നിന്നോണ്ട് അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചേ. എന്ത് കാര്യങ്ങള്? സ്കൂളിൽ പഠിപ്പിക്കാത്ത എന്ത് വലിയ കാര്യങ്ങളാ നീ പഠിച്ചേ? അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ക്ലാസ് മിസ്സായെന്ന് പറയാം. ഇനിയിപ്പൊ ബാലേന്ദ്രനും അവളും കൂടെ നിനക്ക് സ്റ്റഡി ക്ലാസ് എടുത്ത് കാണുമായിരിക്കും. നിന്റെ അമ്മയ്ക്ക് നേരെ എങ്ങനെ നീ തിരിയണം എന്നുള്ളതിനെ കുറിച്ച്. അതായിരിക്കൂലേ? അതാണല്ലോ നീ വായിട്ട് അളിച്ചോണ്ടിരിക്കുന്നേ. അമ്മേ, വെറുതെ എഴുതാപ്പുറം വായിക്കൊന്നും വേണ്ട. അച്ഛനുമായിട്ട് അമ്മ വെറുതെ വഴക്കടിക്കാൻ പോണ്ട. അപ്പൊ ഇതായിരുന്നു സ്റ്റഡി ക്ലാസ്. എന്നെ നിന്നെ തമ്മിൽ തെറ്റിക്കാനായിട്ട്. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാ. അച്ഛനുമായിട്ട് വഴക്കടിക്കാൻ പോയ അമ്മ തോറ്റു പോകത്തുള്ളൂ. അച്ഛൻ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. അച്ഛനെ വെറുതെ പ്രകോപിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അലീന ചേച്ചി ഇവിടെ നിന്നുകൊണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം? അലീന ചേച്ചി ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി നല്ല സന്തോഷത്തോടെ നിൽക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് അമ്മ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അച്ഛനെ വെറുതെ വാശി പിടിപ്പിച്ചിട്ട് കാര്യമില്ലമ്മേ. അമ്മ തന്നെ തോറ്റു പോകത്തുള്ളൂ. അമ്മയ്ക്ക് അലീന ചേച്ചി ഒന്ന് സ്നേഹിച്ചാൽ എന്താ? അമ്മ ഇനിയിപ്പൊ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇരുന്നുകൂടെ? അപ്പൊ ഇതൊക്കെയായിരുന്നു നിന്റെ പരിപാടിയില്ലേ? അവിടെ നല്ല ക്ലാസ് തന്നെയാണല്ലോ ബാലേന്ദ്രൻ എടുത്തേ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ ഇങ്ങനൊരു പൊട്ടിയായി പോയല്ലോ. അപ്പൊ ഞാൻ പൊട്ടിയൊന്നും അല്ല, എനിക്ക് നല്ല ബുദ്ധിയും വിവേകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അച്ഛനുമായിട്ട് മത്സരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് അതിന്റെ മുതിരാതിരിക്കുന്ന അമ്മയ്ക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. വൈജയന്തിക്ക് അത് കേട്ടപ്പോ ദേഷ്യം വന്നു. ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. അമ്മ വേണ്ട, ഞാൻ ചെയ്തോളാടി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു അങ്ങോട്ട് കയറിപ്പോയപ്പോ കൃഷ്ണമോള് അമ്മയമ്മെന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെന്നെങ്കിലും വൈജയന്തി നിന്നില്ല. വൈജയന്തി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് വൈജയന്തി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കുമല്ലേ? അവളെ ദത്തുപുത്രയായിട്ട് എടുത്ത കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ എല്ലാം അറിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ. അങ്ങനെ വൈജയന്തി ഇവിടെ നാണം കെട്ട് കിടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നീ എന്തൊക്കെയാ വൈജയെ പറയണേ? പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം?
അവൾക്ക് അടിമവേല ചെയ്തോണ്ട് നിക്കണോ? അവളിപ്പോ വലിയ വീട്ടുകാരിയായി, ഞാൻ വെറുതെക്കാരിയായി. അപ്പൊ പിന്നെ ഞാന് ഇവിടെ നിക്കണം എന്നാണ് അമ്മ പറയണേ. ഞാൻ അന്നേ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞാലേ എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്. അപ്പൊ എന്റെ അമ്മയും അച്ഛനും ആംഗ്ലമാരെല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ തലയിലേക്ക് എടുത്തു വെച്ച് തന്ന ബന്ധം അത്. എന്റെ വൈജെ, നീ ഒന്ന് അടങ്ങുമായിരുന്നു, ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഞാൻ എങ്ങനെ അടങ്ങണമെന്നാ പറയണേ? അവൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഈ മൂലയ്ക്ക് എവിടെയും ചുണ്ടുകൂടി കിടന്നേനം. അപ്പൊ നീ അവളെ തോണ്ടാൻ പോയി. ബാല്യം തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. പലപ്പോഴും നിന്നോട് പറഞ്ഞു, പക്ഷെ അതൊന്നും കേൾക്കാൻ നീ കൂട്ടാക്കിയില്ല. ഈ സ്ഥാനത്ത് കുഞ്ഞിരാമേട്ടനാണെങ്കിലുണ്ടല്ലോ, അവളെ വിളിച്ചോണ്ട് വരിക മാത്രമല്ല, ഇവിടെയുള്ള എല്ലാത്തിനും വല്ല മുട്ടപ്പത്തലെടുത്ത് അടിച്ചിറക്കിയാനും. പക്ഷെ ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഓ, അപ്പൊ അങ്ങനെ ചെയ്യാത്താണോ അമ്മ നല്ല കാര്യമായിട്ട് കരുതുന്നേ? എടി, അതല്ല ഞാൻ പറഞ്ഞത്. അവള് നമുക്കൊരു ദോഷം ചെയ്യുന്നുണ്ടോ? ഒരു ദോഷമെങ്കിലും ചെയ്യുവാണെ പറ. അല്ല, അവളെ ദത്തുപുത്രയായിട്ട് എടുത്തില്ലേ? എടി, ദത്തുപുത്രയാന്നും പറഞ്ഞ് വായും കൊണ്ട് പറഞ്ഞോണ്ട് അതിന് ഈ സ്ഥലവും വീടൊന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലോ. അതിനെയും കൊടുക്കാലോ. ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എന്റെ മക്കളെ പോലെ തന്നെയാന്ന് ഇവള്. എടി, അതൊക്കെ വായും കൊണ്ട് പറയുന്ന പോലെയാണോ പ്രവൃത്തിയില്? എന്റെ അമ്മേ, ബാലേന്ദ്രൻ പറയുക മാത്രമല്ല പ്രവർത്തിക്കുക തന്നെ ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അവളെ ഈ വീട്ടിൽ നിന്ന് ഇനി പഠിച്ചിറക്കാൻ പറ്റില്ലോ. അവള് ദത്തുപുത്രിയല്ലേ? വേലക്കാരിയായിരുന്നെങ്കിൽ അവളെ ഇറക്കി വിടായിരുന്നു. ദത്തുപുത്രിയാകുമ്പോ ഇറക്കി വിടാൻ പറ്റില്ലോ. ഇതൊക്കെ ബാലേന്ദ്രന്റെ 19ാമത്തെ അടവാ. ഇതുപോലെ പല അടവോ അഭ്യാസങ്ങളും ഈ വൈജയന്തി കണ്ടിട്ടുണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കാൻ വൈജി ഉദ്ദേശിച്ചിട്ടില്ല. വൈജയ്, നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവരുത്. പ്രശ്നം ഉണ്ടാക്കാനാ ഞാനാ. അതിന് ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് വേണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാ. എടി, നീ ഇവിടുന്ന് പോയാൽ എങ്ങനെ ശരിയാന്നേ? ഞാൻ പോയാൽ എന്താ? അതെ, ആ പൊത്തുപുത്രി ഉണ്ടല്ലോ ഇവിടെ, അവളും മതി ഇവിടെ. എന്നെ ബാലേന്ദ്രന് വേണ്ടല്ലോ. എടി, ഇത് നിന്റെ വീടല്ലേ? അതെയായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നപ്പം അത് എന്റെ വീടായിരുന്നു. പക്ഷെ ആ പൊത്തുപുത്രി എന്ന് ഇങ്ങോട്ട് കയറി കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഇത് എന്റെ വീടല്ല, ഇതിപ്പോ അവളുടെ വീടാ. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണം നീ വൈജയന്തിക്ക് അറിയാം. അങ്ങനെ ആരുടെ കാലിക്കീഴി കിടന്നുള്ള ശീലം എനിക്കില്ല. ഇനി അതൊട്ട് ഉണ്ടാവാനും പോകുന്നില്ല എന്നൊക്കെ ഒരു ഉറച്ച തീരുമാനം പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.